പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9562482835. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രം പ്ലസ് വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പദ്ധതിയിലെ മരണപ്പെട്ട അംഗത്തിന്റെ കുടുംബത്തിന് നൽകുന്ന 5 ലക്ഷം രൂപയും അതോടൊപ്പം സൗഭാഗ്യനിധിയിലെ സമ്മാനാർഹയായ വ്യക്തിക്ക് 1 ലക്ഷം രൂപയും വിതരണം ചെയ്തു. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രം പ്ലസ് വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വിതരണം നടത്തി. വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ GST ജോയിന്റ് കമ്മീഷണർ AV സുരേഷ് വിതരണം ചെയ്തു. GSTയെ കുറിച്ച് വ്യാപാരികൾക്ക് ക്ലാസ് എടുക്കുകയും GSTയെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. അസസ്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ട് 73-74 അസസ്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ട് 17-18 മുതൽ 19-20 വരെയുള്ള കേസുകൾക്ക് പലിശയും പിഴയും ഒഴിവാക്കിയിട്ടൊരു സ്കീം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് ടാക്സ് അവെയിൽ ചെയ്യേണ്ട സമയത്ത് അവെയിൽ ചെയ്യാത്തവർ 17-18 മുതൽ നിങ്ങൾ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുള്ള പീരീഡായിരുന്നു, ആദ്യ കാലഘട്ടങ്ങളായിരുന്നു, GSTയുടെ ബാല്യ കാലങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാസമയത്ത് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള വ്യാപാരികൾക്കും ഈ ആംനസ്റ്റി സ്കീം ഉപയോഗത്തിൽ വരുന്നതാണ്. അത് 30-11-2020-21 ഗവൺമെൻറ് കൃത്യമായിട്ട് ആ പീരീഡ് വരെയുള്ളവർക്ക് അതിനു മുമ്പ് ഉള്ള റിട്ടേണുകളിൽ ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 തരത്തിലുള്ള ആംനസ്റ്റി നിലവിലുണ്ട്. അതെല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. ഇന്നൊരു പ്രാക്ടീഷൻ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ ഓഫീസുകളിൽ നിന്നും ഇങ്ങനെയുള്ള ആളുകൾ വിളിക്കണം എന്നുള്ളതാണ്. അത് മിക്കവാറും ഓഫീസുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ പല റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചില വ്യാപാരികൾ ചീത്ത പറയുക എന്ന് പറയും. നിങ്ങൾ എന്തിനാ വിളിക്കണമെന്ന് ചോദിച്ചത്, ഒരു തവണ വിളിച്ചില്ലേ, ഇന്നെന്തിനാ വിളിക്കുന്നത് ചീത്ത പറയുന്ന അവസരം വരെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ പറഞ്ഞെങ്കിൽ വിളിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പെനാൽറ്റി നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്കൊരു അവസരം കൊടുക്കണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ സൗഭാഗ്യനിധിയിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ച 1 ലക്ഷം രൂപ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് വിതരണം ചെയ്തു. വലിയൊരു പ്രഭാഷണത്തിനും പ്രസംഗത്തിനൊന്നും സമയമില്ല. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ സംശയങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ടായിട്ട് വീണ്ടും ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഒരുപാട് അദ്ദേഹം 2-3 തവണ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അപ്പോൾ ആർക്കും ഒരു സംശയമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മളുള്ളത്. എന്തായാലും അത് മാറണം. നമുക്ക് സംശയങ്ങൾ അവസരം കിട്ടുമ്പോൾ അത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. വടക്കാഞ്ചേരി സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ V അനിരുദ്ധനെ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. V അനിരുദ്ധൻ GSTയെ കുറിച്ച് ക്ലാസ് എടുത്തു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. 2 പ്രധാന ചടങ്ങുകളാണ് നടക്കുന്നത്. ഒന്ന് ഭദ്രം പ്ലസ്. ഒരുപക്ഷെ സാറിന് അറിയേണ്ടാവില്ല, ഭദ്രം പ്ലസ് എന്ന് പറയുന്നത് ഞങ്ങൾ ജില്ലാ തലത്തിൽ വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തി മരിച്ചാൽ ഭദ്രത്തിലാണെങ്കിൽ 10 ലക്ഷം രൂപ ഞങ്ങൾ നൽകുന്നുണ്ട്. ഭദ്രം പ്ലസ് എന്നുള്ള പദ്ധതി അതിനുശേഷം തുടങ്ങിയതാണ്. അത് 5 ലക്ഷം രൂപ. അതിലാകെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വ്യാപാരികൾ ഇത് ചേർന്ന ഏതെങ്കിലും ഒരു വ്യാപാരി മരിക്കുകയാണെങ്കിൽ 100 രൂപ, ഭദ്രം പ്ലസിലാകെ 50 രൂപ. എന്തായാലും നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ കൃഷ്ണകുമാർ സാറാണ്, കൃഷ്ണകുമാർ അവർക്കാണ് നിര്യാതനായത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകുക, ഞങ്ങളെ ഇനിയും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ അവർക്ക് അർഹതപ്പെട്ട 5 ലക്ഷം രൂപ നൽകുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായിട്ടും നൽകിയത്. ഒപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി വ്യാപാര മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നല്ല ടേംസിൽ പോകണം എന്നുള്ളൊരു കാര്യത്തിൽ പ്രധാന ഓഫീസേഴ്സിനൊക്കെ തന്നെ ഞങ്ങൾ 3-4 മാസം കൊണ്ടുവരുന്നത്. PN ഗോകുലൻ സന്നിഹിതനായിരുന്നു. നിയോജക മണ്ഡലം ചെയർമാൻ PP ജോണി മുഖ്യപ്രഭാഷണം നടത്തി. PS അബ്ദുൽ സലാം, L തോപ്പോൾ, CA ഷംസുദ്ദീൻ, NA അബ്ദുൽ ഗഫൂർ, VV ഫ്രാൻസിസ്, പ്രശാന്ത് P മേനോൻ, പ്രശാന്ത് മല്ലയ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. BCV ന്യൂസ് വടക്കാഞ്ചേരി.